Hey guys, ഞാൻ അർജുൻ. ഇന്നത്തെ വീഡിയോ ഈ Realme Buds Air 3 റിവ്യൂ ആണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 4 months ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ Realme Buds Air 3 ഇറങ്ങിയിട്ട് ഏതാണ്ട് ഓൾമോസ്റ്റ് 1 year ആയി. ചിലപ്പം Realmeൻ്റെ ഒരു പുതിയ റിഫ്രഷ്ഡ്, അതായത് Realme Buds Air 4 ഒക്കെ ഉടനെ ലോഞ്ച് ചെയ്തേക്കാം. എന്നിരുന്നാലും നിലവിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് ഒരുപാട് ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്ന ഒരു TWS ആണ്. സോ ആദ്യം തന്നെ എൻ്റെ ബേസിക് സ്പെസിഫിക്കേഷൻ ഒന്ന് ഓർമ്മിപ്പിക്കാൻ, 10mm ഡ്രൈവേഴ്സ് ആണ് വരുന്നത്. അതിനൊക്കെ ബ്ലൂടൂത്ത് 5.2 ഉണ്ട്, IPX5 വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്, 30 മണിക്കൂർ പ്ലേ ബാക്ക്, അതായത് ബാറ്ററി ബാക്കപ്പ് പറയുന്നുണ്ട്. അത് ബഡ്സും കേസും ഇൻക്ലൂഡ് ആണ്. അതുപോലെ 42 ഡെസിബിൾ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ട്രാൻസ്പെറൻസി മോഡ് ഇതിനകത്ത് വരുന്നുണ്ട്. 88 മില്ലി സെക്കൻഡ് വരെയുള്ള ലോ ലേറ്റൻസി ഇതിനകത്തുണ്ട്. അതുപോലെ ടച്ച് ജസ്റ്റേഴ്സ് ഒക്കെ സപ്പോർട്ടാണ് ഇയർബഡ്സിൽ. പിന്നെ റിയൽമിയുടെ കമ്പാനിയൻ ആപ്പ് വെച്ചും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബേസിക് സ്പെസിഫിക്കേഷൻ. ഇനി അടുത്ത് എൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി കുറിച്ച് നോക്കാനാണെങ്കിൽ ജസ്റ്റ് ഓക്കെ എന്നേ പറയാൻ പറ്റും. പക്ഷേ അതൊരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഒരുപാട് ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ബിൽഡ് ക്വാളിറ്റി അഡ്ജസ്റ്റബിൾ ആണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. ബട്ട് ഇതിൻ്റെ ഹിഞ്ച് ഉണ്ടല്ലോ, ഹിഞ്ച് ഒരിത്തിരി ഫ്ലിംസിയാണ്. കുറച്ച് നാളൊന്ന് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഹിഞ്ചിൻ്റെ ഒരു ചെറിയ വോബിള് അങ്ങനത്തെ ഒരു രീതിയിലോട്ട് മാറുന്നുണ്ട്. അത് ഞാൻ നോട്ടീസ് ചെയ്തു. ബട്ട് അഡ്ജസ്റ്റബിൾ ആണ്. ഇനി ഒരു ഡിസൈനിലോട്ട് വരുവാണെങ്കിൽ എൻ്റെ ഇരിക്കുന്ന വൈറ്റ് വേരിയൻ്റ് ആണ്. ഈ വൈറ്റ് വേരിയൻ്റ് ഒരു ഗ്ലോസി ഡിസൈനാണ്. അപ്പം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നല്ലൊരു പിടിക്കും. ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്ത ഒരു ടൈമിൽ തന്നെ അത്യാവശ്യം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ തന്നെ വീണിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പം ബ്ലൂ വേരിയൻ്റ് ഉണ്ട്. ബ്ലൂ വേരിയൻ്റ് ആണെങ്കിൽ ഒരു മാറ്റ് ഡിസൈനാണ്. പക്ഷേ രണ്ടിനും, അതായത് വൈറ്റിനും ബ്ലൂവിനും ഇവിടെ ഗ്ലോസി ഒരു ഫിനിഷിലാണ് ലോഗോ വരുന്നത്. പിന്നെ എൻ്റെ ഡിസൈനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് അതിൻ്റെ ഈ ഒരു ഷേപ്പ്. അതായത് ചെറിയൊരു സോപ്പിൻ്റെ പോലത്തെ ഒരു ഡിസൈനാണ്. നമ്മളിൽ ജീൻസിലൊക്കെ കീ വെക്കുന്ന ഒരു പോക്കറ്റ് ഉണ്ടല്ലോ, ഞാൻ ഈ TWS ഒക്കെ അവിടെയാണ് വെക്കുന്നത്. അപ്പോൾ ആ ഒരു പോക്കറ്റിൽ വെക്കാനും എടുക്കാനൊക്കെ നല്ല കൺവീനിയൻ്റ് ആണ്. സോ എനിക്ക് പേഴ്സണലി ഈ ഡിസൈൻ വളരെയധികം ഇഷ്ടമായി. പിന്നെ ടൈപ്പ് സി ചാർജിങ് ആണ് വരുന്നത്. ഇപ്പം വരുന്ന ഒട്ടുമിക്ക എല്ലാ TWSും പോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് ഉണ്ട് ഇതിനകത്ത്. അതുപോലെ ഒരു ചാർജിങ് ഇൻഡിക്കേറ്റർ LED ഉണ്ട്. പിന്നെ ഒരു കൺവീനിയൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്തേക്കുന്ന ഒരു പെയറിംഗ് ബട്ടണും ഉണ്ട്. പിന്നെ എൻ്റെ ലുക്കും കംഫർട്ടിനൊക്കെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഫീൽ ചെയ്തത്. അതിപ്പം ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. ഇതിന് അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് റിയൽമി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് വേരിയൻറ്റിനകത്ത് ഇതിൻ്റെ ബോഡി വൈറ്റും സ്റ്റെം സിൽവർ കളറുമാണ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ബ്ലൂ കളർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ബോഡി ഒരു മാറ്റ് ബ്ലൂ കളറും സ്റ്റെം ഒരു ഗ്ലോസി ബ്ലൂ കളറും വരുന്നത്. പിന്നെ അതുപോലെ റിയൽമി ബഡ്സ് എയർ 2 വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റെം സൈസ് അവർ ഒരുപാട് കുറച്ചിട്ടുണ്ട്. അപ്പം ഓവറോൾ അതിൻ്റെ ഡിസൈൻ നല്ല രസമാണ് കാണാൻ. സ്റ്റൈലിഷ് ചെവിയിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാണ് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കംഫർട്ടബിൾ, ലോങ് യൂസിന് നല്ല കംഫർട്ടബിൾ ആണ്. ഒരു 1-2 hours വരെയൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ചെവിയിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ചെവിയിൽ ഇത് അങ്ങനെ ഒരു സ്റ്റേഡി ആയിട്ട് ഇരിക്കുന്നില്ല. ഒരു 1 hour യൂസ് ചെയ്യുമ്പോൾ ചെവിൻസ് ലൂസ് ആവുന്ന പോകുന്നു. അപ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കേണ്ടി വരുന്നുണ്ട്. ആ ഒരു സംഭവം ഇവിടെ നോട്ട് ചെയ്യേണ്ടതാണ്. ഇനി സൗണ്ട് ക്വാളിറ്റി കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് അത്യാവശ്യം നല്ലൊരു സൗണ്ട് സ്റ്റേജ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു റിച്ച് ഫുള്ളർ സൗണ്ട് ഔട്ട്പുട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ സൗണ്ട് ക്വാളിറ്റിയുടെ ഭാഗത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് സൗണ്ട് പ്രൊഫൈൽസ് ഉണ്ട്. ഇതിൻ്റെ റിയൽമി ലിങ്ക് ആപ്പ് എന്ന് പറയുന്ന ആപ്പിനകത്ത് സൗണ്ട് പ്രൊഫൈൽസ് സെറ്റ് ചെയ്യാൻ പറ്റും. സോ 3 സൗണ്ട് പ്രൊഫൈലാണ് ഇതിൽ വരുന്നത്. അതായത് ബാലൻസ്ഡ്, പിന്നെ ഒന്ന് ബാസ് ബൂസ്റ്റ് പ്ലസ്, പിന്നെ ബ്രൈറ്റ്. സോ മോസ്റ്റ് ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ബാസ് ബൂസ്റ്റ് പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു സൗണ്ട് പ്രൊഫൈൽ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ബാസ് ഇതിന് കിട്ടത്തുള്ളൂ. കാരണം അത്രയ്ക്ക് ബേസ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു 10mm ഡ്രൈവേഴ്സിന് അത്ര ബേസ് ഹെവി അല്ല സംഭവം. സോ മിക്കവർക്കും ആ ബേസ് ബൂസ്റ്റ് പ്ലസ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫൈൽ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ഫീച്ചറാണ് 42 ഡെസിബിളിൻ്റെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. റിയൽമിയുടെ സൗണ്ട് പ്രോഡക്ട്സിൽ അവർ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ANC പ്രൊവൈഡ് ചെയ്യുന്ന ഈ റിയൽമി ബഡ്സ് എയർ 3ലാണ്. TUV റെയിലാൻ എന്തോ ഒരു സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്തായാലും എൻ്റെ യൂസ് ചെയ്യുന്ന ഞാൻ പറയാം, അല്ല അടിപൊളി ANC ആണ്. എസ്പെഷ്യലി നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോഴും ട്രെയിനിലും ഒക്കെ ആണെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ക്യാൻസലേഷൻ കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് പുറത്ത് സൗണ്ട് കേൾക്കത്തില്ലെന്നല്ല, അത് പുറത്തുനിന്നുള്ള നമ്മുടെ എൻവയൺമെൻറ്റ് നോയ്സ് നല്ല രീതിക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് വോളിയം കൂട്ടേണ്ട ഒരു ആവശ്യം അധികം വരുന്നില്ല. സോ കുറച്ചുകൂടെ ഒരു യൂസ് ചെയ്യാനൊക്കെ നല്ല രസമാണ്. ആ ANC എന്തായാലും വർത്താണ്. ജസ്റ്റ് ഒരു പേരിന് വേണ്ടി ഗിമ്മിക്കായിട്ട് വെച്ചേക്കുന്നല്ല, ANC എന്തായാലും കൊള്ളാം. പക്ഷേ ഈ ANCക്ക് ഞാൻ നോട്ടീസ് ഒരു ബഗ് ഉണ്ട്. ഇതേ സിറ്റുവേഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു ട്രെയിൻ അല്ലെങ്കിൽ ബസ്സിൽ എവിടെയാണ് ട്രാവൽ ചെയ്യുക, വിൻഡോ സൈഡ് സീറ്റാണ്, നിങ്ങൾ ഈ TWS നിങ്ങൾ ചെവിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ANC ഓൺ ആണ്. ഇങ്ങനെ സിറ്റുവേഷനിൽ നല്ല കാറ്റടിക്കുമല്ലോ നമ്മുടെ ചെവിയിൽ. ഈ ഒരു സമയത്ത് ANC ഇടയ്ക്ക് തന്നെ ഓഫായിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഓണാവും. അപ്പോൾ ആ ഒരു സൗണ്ട് കയറി വരും, ഇറങ്ങിപ്പോവും. അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനകത്ത് ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത്ര ഫ്രീക്വൻ്റ് അല്ല, ഇടയ്ക്ക് റാൻഡമായിട്ടൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ആ ഒരു ബഗ് ഇതിൻ്റെ ANCയിൽ ഞാൻ നോട്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ ട്രാൻസ്പെറൻസി മോഡ് ജസ്റ്റ് ആ ഒരു നമ്മുടെ സറൗണ്ടിങ്സിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് തരും. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ കോൾ ക്വാളിറ്റിയാണ് പറയാനുള്ളത്. അത് ശരിക്കും ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. കാരണം ഒരു വായിക്ക് കൊള്ളത്തില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി ഭയങ്കര ശോകമാണ്. ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. എസ്പെഷ്യലി നമ്മുടെ അടുത്ത് എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ, നമ്മുടെ സറൗണ്ടിൽ എന്തെങ്കിലും ഒരു നോയ്സ് ഉണ്ടെങ്കിൽ ഇത് ഒന്നിനും കൊള്ളത്തില്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചില സമയത്ത് ഇത് നോയ്സ് ഉണ്ടെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ.
ഈ മൈക്കിൻ്റെ കാര്യം ഭയങ്കര മിക്സ്ഡ് ഫീലിംഗ് ആണ്. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇത് നല്ലപോലെ പെർഫോം ചെയ്യും. പക്ഷെ നമ്മൾ ഒരു അത്യാവശ്യം എന്തെങ്കിലും ഒരു സ്ട്രെസ് ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ ഇതിനകത്ത് ആ മൈക്ക് ക്വാളിറ്റി കിട്ടത്തതുമില്ല. സോ അതും മൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു പ്രശ്നമുണ്ട്. ലേറ്റൻസി അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഗെയിം കളിച്ച് നോക്കിയില്ല. പക്ഷേ ബ്ലൂടൂത്ത് 5.2 ആണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുറേ ലേറ്റൻസി ഇഷ്യൂസൊക്കെ സോൾവ് ആവേണ്ടതാണ്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ റിയൽമി ലിങ്ക് ആപ്പ് എന്നുള്ളതിനകത്ത് ഗെയിമിംഗ് മോഡുണ്ട്. പിന്നെ കണ്ടന്റ് കൺസപ്ഷൻ ആണെങ്കിലും എനിക്ക് പ്രശ്നം തോന്നിയില്ല. ഞാൻ കുറേ മൂവീസും വീഡിയോസൊക്കെ കണ്ടോക്കി ലിപ്സിങ്ങും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലായിരുന്നു. സോ ലേറ്റൻസിയുടെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അടുത്ത എൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും വളരെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 10 മിനിറ്റ്സ് ഒക്കെ ചാർജ് ചെയ്താൽ 1 മണിക്കൂർ കൂടുതൽ പ്ലേ ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു കേസും ഈ ബഡ്സോട് ഇൻക്ലൂഡ് ആണെങ്കിൽ 30 hours ആണ് ടോട്ടൽ പ്ലേ ബാക്ക് കമ്പനി പറയുന്നത്. പക്ഷേ ANC ഓൺ ആണെങ്കിൽ ഒരു 5+ hours എനിക്ക് പ്ലേ ബാക്ക് കിട്ടുന്നുണ്ട്. 5.5 hours ആണ് കമ്പനി പറയുന്നത്. എന്തായാലും 5 മണിക്കൂർ കൂടുതലൊക്കെ എനിക്ക് പ്ലേ ബാക്ക് കിട്ടുന്നുണ്ട്. ANC ഓഫ് ആണെങ്കിൽ 7 മണിക്കൂർ വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ എന്തായാലും ബാറ്ററി ബാക്കപ്പിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിലും എനിക്ക് നല്ല ഒപ്പീനിയൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു 1 വീക്ക് കൂടുമ്പോഴായിരിക്കും മിക്കവാറും ചാർജ് ചെയ്യുന്നത്. പിന്നെ എനിക്കിത് യൂസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം എൻ്റെ റിയൽമി ലിങ്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിളിലെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് TWS സെറ്റിംഗ്സ് ഒക്കെ അതിൽ കൂടെ തന്നെ കൺട്രോൾ ചെയ്യാനും കുറച്ച് അഡീഷണൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു TWS ഞാൻ മേടിക്കുമ്പോൾ കമ്പാനിയൻ ആപ്പ് സപ്പോർട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കമ്പാനിയൻ ആപ്പ് ഉണ്ടെങ്കിൽ മേ ബി ആ കമ്പനി അതിന് ഫേംവെയർ അപ്ഡേറ്റ്സ് കൊടുക്കും. ഇപ്പോൾ ഈ റിയൽമി ബഡ്സ് Air 3 ഞാൻ മേടിച്ചിട്ട് എനിക്ക് ഒരു 3-4 ഫേംവെയർ അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ആദ്യമേ ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി ഒന്നിനും കൊള്ളത്തിലാണേ പറയാം. എന്നിട്ട് ഇത് ഈ ഫേംവെയർ വഴി കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ ഈ ഒരു ഫേംവെയർ അപ്ഡേറ്റ്സ് വഴി കിട്ടും. സോ ആ ഫേംവെയർ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇതുപോലെ കമ്പാനിയൻ ആപ്പ് വേണം. ഈ റിയൽമി ബഡ്സ് Air 3ക്ക് ഈ റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പാനിയൻ ആപ്പ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പക്ഷേ ഇത് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ ആദ്യമേ ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ കമ്പാനിയൻ ആപ്പിൽ കയറിയിട്ട് കസ്റ്റമൈസ്ഡ് ഓഡിയോ ട്യൂണിംഗ് ഫീച്ചർ എന്ന സംഭവമുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുന്നതല്ല. ഇത് നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സൗണ്ട്സ് പ്ലേ ചെയ്യും. ഈ സൗണ്ട്സ് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് yes or no കൊടുത്ത് മുമ്പോട്ട് പോയി ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ഇത് ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ലിസണിങ് എക്സ്പീരിയൻസ്, ആ ഒരു സൗണ്ട് ക്വാളിറ്റി നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചർ എന്തായാലും നിങ്ങൾ മേടിക്കാൻ ട്രൈ ചെയ്ത് നോക്കുക ഡെഫിനറ്റ്ലി. ഇതിനകത്ത് ANC പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫീച്ചറാണ് ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ. അതായത് നിങ്ങൾക്ക് ഒരേ സമയം ഇത് നിങ്ങളുടെ ഫോണിലും ലാപ്ടോപ്പിലും കണക്ട് ചെയ്തിടണം. അതുകൊണ്ട് ഇപ്പോൾ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ലാപ്ടോപ്പിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ഫോണിൽ ഒരു കോൾ വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് റിയൽമി ബഡ്സ് Air 3 നമ്മുടെ ലാപ്ടോപ്പിലെ മൂവി പോസ് ചെയ്തിട്ട് ഫോണിലോട് സ്വിച്ച് ചെയ്യും. നമ്മൾ ഫോണിൽ കോൾ എടുക്കുന്നു, സ്മൂത്തായിട്ട് സംസാരിക്കുന്നു, കട്ട് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ പ്ലേ ഞെക്കുന്നു, സിനിമ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ഒരു ലാഗ് ഇല്ല. അത് നല്ല സ്മൂത്ത് ആയിട്ട് അത് കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ എന്ന് പറയുന്ന ഫീച്ചർ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതേ സിറ്റുവേഷനിൽ ഒരു സിനിമയോ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിന് എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കിയാൽ ഇവിടെ സിനിമ പോസ് ചെയ്യും, അവിടെ ഫോണോട് സ്വിച്ച് ആവും. അപ്പോൾ അത് കുറച്ച് അനോയിങ് ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു സമയത്ത് ഫോൺ സൈലന്റ് ഇടുകയോ അല്ലെങ്കിൽ ഫോണിലെ ബ്ലൂടൂത്ത് ഓഫ് ചെയ്ത് വെക്കുകയോ ചെയ്യണം. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ ഫാസ്റ്റ് പെയർ ഉണ്ട്. ഗൂഗിൾ ഫാസ്റ്റ് പെയർ എന്ന സംഭവം ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് സാധനമാണ്. അത് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ സ്പോയിൽഡായിപ്പോൾ നമ്മൾ ഈ ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഒരു ഫോൺ യൂസ് ചെയ്തിട്ട് തിരിച്ച് നോർമൽ ചാർജിങ് ഉള്ള ഫോണിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ലേ, അതുപോലത്തെ സംഭവമാണ്. ഗൂഗിൾ ഫാസ്റ്റ് പെയർ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബഡ്സ് എടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 3 സെക്കൻഡിനകത്ത് ഈ സാധനം നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യും. അതായത് ബേസിക്കലി നമ്മൾ ഈ ബഡ്സിൻ്റെ കേസ് ഓപ്പൺ ചെയ്തെടുത്ത് ചെവി വെക്കുന്ന സമയം കൊണ്ട് അത് കണക്ട് ആവും. അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ട് സംഭവമാണ്. എസ്പെഷ്യലി നമുക്കൊരു കോളൊക്കെ വരുവാണ്, നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ ആ സമയം കൊണ്ട് അത് കണക്റ്റായി എല്ലാം സെറ്റായിരിക്കും, സംസാരിച്ചാൽ മാത്രം മതി. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല ഇഷ്ടപ്പെട്ട സംഭവമാണ്. അതുകൂടാതെ ഇതിപ്പം പെയർ ചെയ്യണം, നമ്മുടെ ഫോണായിട്ട് പെയർ ചെയ്യാനാണെങ്കിലും ഈസിയാണ്. ഇപ്പം ഈ റിയൽമി ബഡ്സ് Air 3 എടുത്തിട്ട് ഇതിനകത്ത് ഇവിടെയാണ് എൻ്റെ പെയറിംഗ് ബട്ടൺ വരുന്നത്. ഈ പെയറിംഗ് ബട്ടൺ ഒന്ന് കുറച്ച് നേരം പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മുടെ ആപ്പിളിലേക്ക് വരത്തില്ല. അത് കണക്ക് ഈ ഇയർബഡ്സിൻ്റെ ഫോട്ടോ സഹിതം പൊങ്ങി വന്ന ഒരു പോപ്പും പൊങ്ങി വരും. അതിനകത്ത് കണക്റ്റ് ഒന്ന് കൊടുത്താൽ മതി. അത്രയും സിമ്പിളാണ്. വെറുതെ ബ്ലൂടൂത്ത് സെറ്റിംഗ്സിൽ പോയി സെർച്ച് ചെയ്ത് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഈസി ആയിട്ട് പെയർ ചെയ്യാനും പറ്റും, ഈസി ആയിട്ട് കണക്റ്റ് ആവും. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് സംഭവമാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള ഈ റിയൽമി ബഡ്സ് Air 3യെ കുറിച്ച് പറയാൻ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇനിയും കാണുന്നുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.